SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് ഹിസ്റ്ററിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. സെറ്റ് ഹിസ്റ്ററി 2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു 8-9 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു 10ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാതെ ഒരുപാട് വീഡിയോസ് സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ 10 ചോദ്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ സെറ്റ് ഹിസ്റ്ററി PDF ബാച്ചിനും കേട്ടിട്ട് സോഷ്യൽ സയൻസിനും നമ്മൾ PDF ബാച്ച് കൊടുക്കുന്നുണ്ട്. സെറ്റ് ഹിസ്റ്ററിക്കും കേട്ടിട്ട് സോഷ്യൽ സയൻസിനും PDF ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി നോട്ട്സ് അയച്ചു തരുന്ന രൂപത്തിൽ വാട്സപ്പിലൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. നാളെ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയൊരു എമൗണ്ടിനാണ് കോഴ്സ് അവൈലബിൾ ആവുന്നത്. ആദ്യ ചോദ്യം, ഇൻ 1959 സ്വതന്ത്ര പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ. 1959 സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? കെ കാമരാജ്, എസ് രാധാകൃഷ്ണൻ, വിനോബ ഭാവെ, സി രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്തത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തത് ആരാണ്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സി രാജഗോപാലാചാരിയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പഠിച്ചു പോവുക. 1959 സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്തത്. ഓക്കെ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1959 സി രാജഗോപാലാചാരി എന്ത് ഫോം ചെയ്തത്? സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്തത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള വിനോബ ഭാവെ നമുക്കറിയാം ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്. 1942 ഗാന്ധിജി ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ഫസ്റ്റ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം നടത്തിയത് വിനോബ ഭാവെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. സർ രാധാകൃഷ്ണന് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കെ കാമരാജ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് പയനിയർ ഓഫ് ഇക്കണോമിക് നാഷണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഇക്കണോമിക് നാഷണലിസത്തിലെ പയനിയർ എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കണോമിക് നാഷണലിസത്തിൻ്റെ പയനിയർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? RC ദത്ത്, ബിപിൻ ചന്ദ്ര, ജി സുബ്രഹ്മണ്യ അയ്യർ, ജവഹർലാൽ നെഹ്റു. ആരാണ് പയനിയർ ഓഫ് ഇക്കണോമിക് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ RC ദത്താണ്. ഓപ്ഷൻ എ RC ദത്താണ് പയനിയർ ഓഫ് ഇക്കണോമിക് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ എക്കണോമിക് നാഷണലിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരു ദേശീയ നേതാവായിരുന്നു ആര്? ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിൽ ഇന്ത്യയിലെ ഡ്രെയിൻ ഓഫ് വെൽത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാരായിരുന്നു? അത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ എക്കണോമിക് നാഷണലിസത്തിൻ്റെ വക്താവായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഗോട്ട് ദ റോയൽ അസെൻറ്റ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് റോയൽ അസെൻറ്റ് കിട്ടിയ വർഷം, ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 18th July 1947, 15th August 1947, 26th November 1946, 26th November 1950. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് റോയൽ അസെൻറ്റ് കിട്ടിയത് എന്നായിരുന്നു? ഓപ്ഷൻ എ 18th July 1947 ആണ്. 18th July 1947 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ വാസ് ഫൗണ്ടഡ് ബൈ. ആരാണ് ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഫോം ചെയ്തത്? ഗോപാലകൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, രസ്റ്റംജി ആൻഡ് തമ്പി നായിഡു. ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ആരാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. മഹാത്മാഗാന്ധി ഫോം ചെയ്തിട്ടുള്ള, ഇന്ത്യയിലല്ല വിദേശത്ത് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള സംഘടനയാണ് ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളത്. സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളൊരു സംഘടനയായിരുന്നു ഇത് ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. 1903 അദ്ദേഹം അത് ഫോം ചെയ്തത്. 1903 ട്രാൻസ്വാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി ഫൗണ്ട് ചെയ്തത്.
ദ ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരായിരുന്നു? സർദാർ ബൽദേവ് സിംഗ്, ചരൺ സിംഗ്, ജഗ്ജീവൻ റാം, രാജ്കുമാരി അമൃത് കൗർ. ആരാണ് ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ആരായിരുന്നു? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്, രാജ്കുമാരി അമൃത് കൗർ ആണ്. രാജ്കുമാരി അമൃത് കൗർ ആണ് ഫസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രേക്ക് ഡൗൺ പ്ലാൻ വാസ് റിലേറ്റഡ് വിത്ത്. ബ്രേക്ക് ഡൗൺ പ്ലാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ലെമന്റ് ആറ്റ്ലി, ലോർഡ് വേവൽ, സി രാജഗോപാലാചാരി, മൗണ്ട് ബാറ്റൻ. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ലോർഡ് വേവൽ പ്ലാനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രേക്ക് ഡൗൺ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1946 ആണ് ഇയർ വരുന്നത്. വേവൽ പ്ലാൻ 1946 ആണ്. അതിനെയാണ് ബ്രേക്ക് ഡൗൺ പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള ആ ഒരു ഡെഡ് ലോക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനെയാണ് ബ്രേക്ക് ഡൗൺ പ്ലാൻ അഥവാ വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വേവൽ പ്ലാൻ എന്തായിരുന്നു? ഒരു പരാജയമായിരുന്നു. ഇന്ത്യക്ക് സെൽഫ് ഗവേണിങ് തരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു ഈ ഒരു വേവൽ പ്ലാന്. പക്ഷേ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗുമായിട്ട് ഒരു യോജിപ്പിലെത്താൻ പറ്റാത്തത് കാരണം ഈ ഒരു പ്ലാന് കോൺഗ്രസ് അംഗീകരിച്ചില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു പ്ലാൻ എന്തായിരുന്നു? സത്യത്തിലൊരു ഫെയിലിയർ ആയിരുന്നു. ഈ പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊന്നാണ് ഇത് ഷിംല കോൺഫറൻസ്. 1945 നടന്നിട്ടുള്ള ഷിംല കോൺഫറൻസും ഈ ഒരു ബ്രേക്ക് ഡൗൺ പ്ലാൻ അല്ലെങ്കിൽ വേവൽ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വിളിച്ചു ചേർത്ത പ്ലാനാണ് ഈ വിളിച്ചു ചേർത്ത കോൺഫറൻസ് ആയിരുന്നു ഷിംല കോൺഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓതർ ഓഫ് ഫിലോസഫി ഓഫ് ബോംബ്. ഫിലോസഫി ഓഫ് ബോംബ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ഭഗത് സിംഗ്, അരബിന്ദോ ഘോഷ്, ഭഗവതി ചരൺ വോഹ്റ ആൻഡ് ചന്ദ്രശേഖർ ആസാദ്. ഫിലോസഫി ഓഫ് ദി ബോംബ് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി, ഭഗവതി ചരൺ വോഹ്റ എഴുതിയിട്ടുള്ള കൃതിയാണ് ഫിലോസഫി ഓഫ് ദി ബോംബ് എന്ന് പറയുന്നത്. ഫിലോസഫി ഓഫ് ബോംബ് എന്ന് പറയുന്ന കൃതി എഴുതിയത് ഭഗവതി ചരൺ വോഹ്റയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജിസിയ വാസ് അബോളിഷ്ഡ് ബൈ. ജിസിയ അബോളിഷ് ചെയ്തത് ഔറംഗസേബ്, ബാബർ, ഫാറൂഖ് സിയാർ, മുഹമ്മദ് ഷാ. എന്തായിരുന്നു ജിസിയ? ജിസിയ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സ്റ്റേറ്റിൽ അമുസ്ലിങ്ങളായിട്ടുള്ള പ്രജകൾ രാജാവിന് നൽകേണ്ട ടാക്സിനെയാണ് നമ്മൾ ജിസിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മുസ്ലിം സ്റ്റേറ്റിൽ അമുസ്ലിങ്ങളായിട്ടുള്ള പ്രജകൾ രാജാവിന് നൽകുന്ന ടാക്സാണ് ഇത് ജിസിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാക്സ് അബോളിഷ് ചെയ്തത് ആരാണ്? ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആരാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഫാറൂഖ് സിയാർ ആണ്. 1713-14 ഫാറൂഖ് സിയാർ ജിസിയ അബോളിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരു 1717 ആ ഒരു സമയമാകുമ്പോൾ ഫാറൂഖ് സിയാർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ജിസിയ റീഇമ്പോസ് ചെയ്യുന്നുണ്ട്, വീണ്ടും ജിസിയ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മുഗൾ സ്റ്റേറ്റ്, ഇത് ലേറ്റർ മുഗൾസിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതേസമയം ജിസിയ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ജിസിയ നിരോധിച്ചിരുന്നു എന്നുള്ളത് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അക്ബർ ജിസിയ 1564 ജിസിയ അക്ബർ അബോളിഷ് ചെയ്തിരുന്നു. 1564. 1563 അദ്ദേഹം പിൽഗ്രിമേജ് ടാക്സ് അബോളിഷ് ചെയ്തിരുന്നു അക്ബർ ചക്രവർത്തി. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും ചോദിക്കാറുണ്ട്, ജിസിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തരാറുണ്ട്, നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ്, ജാക്കിർ ഹുസൈൻ കമ്മിറ്റി വാസ് റിലേറ്റഡ് വിത്ത്. ജാക്കിർ ഹുസൈൻ കമ്മിറ്റി വാസ് റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, ഹെൽത്ത് സെക്ടർ, വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ. ഏതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെറ്റിൻ്റെ ജനറൽ പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി, വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ആണ് ആൻസർ വരുന്നത്. ജാക്കിർ ഹുസൈൻ കമ്മിറ്റി അറിയപ്പെടുന്നത് വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് 1937 ഗാന്ധിജി എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നഈ താലിം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്രാഫ്റ്റിനും മറ്റും പ്രാധാന്യം കൊടുത്തിട്ടുള്ള വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നഈ താലിം, ബേസിക് എഡ്യൂക്കേഷൻ എന്നൊക്കെ ഈ ഒരു ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിയമിച്ച കമ്മിറ്റി ആയിരുന്നു ഇത്, ജാക്കിർ ഹുസൈൻ കമ്മിറ്റി. നെക്സ്റ്റ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് വാസ് ദ കൺസ്ട്രക്ഷൻ ഓഫ്. ആരാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്തത്? ഷേർഷാ, അക്ബർ, രഞ്ജിത് സിംഗ്, ഡൽഹൌസി. ആരാണ്?
ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്തത് ഷേർഷാ സൂരിയാണ്. ഓക്കെ, അപ്പോൾ ഷേർഷാ സൂരിയുടെ ഭരണകാലഘട്ടം വരുന്നത് എപ്പോഴാണ്? ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഇവരുടെ ഈ ഒരു ടൈം പീരീഡ് ചോദിക്കാറുണ്ട്, കാലഘട്ടം ചോദിക്കാറുണ്ട്. ഷേർഷാ ഏത് സമയത്താണ് വന്നത്, അല്ലെങ്കിൽ ഏത് സമയത്ത്, അല്ലെങ്കിൽ അക്ബറിൻ്റെ കാലഘട്ടം ഏതാണ്, അതൊക്കെ ചോദിക്കാറുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. 1540 മുതൽ 55 വരെ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ മിഡീവൽ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്നത് സൂർ സുൽത്താനേറ്റ് ആയിരുന്നു. ഷേർഷാ സൂരിയും പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമായിരുന്നു. 1555 വരെ ഭരണം നടത്തിയത്. പിന്നീടാണ് അക്ബർ ഭരണത്തിലേറുന്നത്. താങ്ക് യു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട്